പൂഞ്ഞാർ പീച്ചിക്ക് ചിരി വരുന്നെന്ന്. രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ നാട്ടിലെ സകല കാപർക്കികളും അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. പൂഞ്ഞാർ പീച്ചിയുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുറവും കൂടി ഇപ്പോൾ പീച്ചി നികത്തിയിരിക്കുകയാണ്. പീച്ചിക്ക് ഇതെല്ലാം കണ്ടിട്ട് ചിരിക്കാൻ തോന്നുന്നതാണ് പറയുന്നത്. അതേ പീച്ചി, നിന്റെ ആ പഴയ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾക്കും ശരിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. ഈ പീച്ചിയുടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയ ആ രാഹുലിനെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് നടത്തിയ ആ പരാമർശം കണ്ട ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒന്നാലോചിച്ച് നമ്മുടെ വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചതിന് സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി രാഹുൽ ഈശ്വർ അവൻ ജയിലിൽ കിടക്കുക, പൂക്കൃത്യം കാണിച്ച് റോഡിൽ കൂടെ നടക്കുക. ഈ വിധിയെ ഒന്ന് ആലോചിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചാലും ശരിയാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുക. ഇപ്പോഴും ജയിലില്ല, ജാമ്യമില്ല. അത് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്ന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സുഖമായിട്ട് ഇങ്ങനെ നടക്കുക. ഒന്നാലോചിച്ച്. പെട്ടുപോയി എനിക്ക് ചിരി വന്നു. അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൻ ചെയ്ത പാപം ഇവൻ കുഴപ്പക്കാരനല്ലെന്ന് പറഞ്ഞതുള്ളതാണ്. അവനകത്ത് കിടക്ക്, നീ ഓടിക്കോളെ. എന്തൊരു കഷ്ടകാല. നമുക്ക് പീച്ചിയുടെ ആ പഴയ ആ സല്ലാപം ചക്രപ്പെണ്ണെ ആരും മറന്നിരിക്കാനിടയില്ലല്ലോ. അതായത് മക്കളും മക്കളുടെ മക്കളും ആയി കൊട്ടത്തേങ്ങ പരിവുമായി. ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ വയറ് കാരണം 33 കൊല്ലമായി തന്റെ PP കണ്ടിട്ടെന്ന് പറഞ്ഞ ആ പീച്ചി ജോർജാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ആ പീച്ചിയുടെ പഴയ ആ ചക്കരപ്പെണ്ണുമായുള്ള സല്ലാപം ഒന്ന് കേട്ട ശേഷം നമുക്ക് തിരികെ വരാം. ഇവരാണ് രാഹുലിനെ കളിയാക്കിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഹലോ, ഗുഡ് മോർണിംഗ് സർ. എന്താണ് ചക്കരപ്പെണ്ണ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു, അതല്ലാതെ എന്താണ്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു സർ ചെന്നൈയില്. അത് ഈ രാത്രി തിരിച്ചു വന്നു. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം വന്നാൽ മതി, നമുക്ക് കാണാം. നമുക്ക് നമ്മളെ ഞാനേ 9:30 മണി വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. 9 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലല്ലേ? അതെ. അല്ലെങ്കിൽ ഒരു 10:30 തിരിച്ചു വരും. അപ്പൊ 12 മണിയാകുമ്പോ സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12 മണിക്ക് വരട്ടെ? അപ്പൊ സാർ കുറിച്ചിട്ട് ഫ്രീ ആവുമല്ലോ? അല്ല വേണം, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ വന്നിട്ട് 12 ഞാൻ വിളിക്കാൻ വരുമ്പോ. വരുമ്പോ വിളിച്ചാൽ സാർ. ഇന്നിവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. വേറെ ആരുണ്ട്? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വരാം. ഞാൻ മലയങ്കിലാണ്. ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് വരാം സാർ. അതല്ലേ നല്ലത്. മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ. ഞാൻ വരാം സാർ. ഓക്കെ. ഈ മൂന്നാമത്തെ നിലയിൽ 404 എന്റെ മുറി. ഓക്കെ, മൂന്നാമത്തെ നിലയിൽ 404. ഓക്കെ. ആരോഗ്യം എങ്ങനെ ഇരിക്കും? എല്ലാം ശരിയായി സർ, കറക്റ്റ് ആയി. ഞാൻ ഇഞ്ചക്ഷൻ ഇട്ടു. പിന്നെ 6 ഇഞ്ചക്ഷനിൽ 2 ഇഞ്ചക്ഷൻ കഴിഞ്ഞു. ഒരെണ്ണം കഴിഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ ആയി. ഒന്നുമില്ല സാർ, അവിടെ ഒന്നും പ്രശ്നം വന്നില്ല. കാലിന്റെ താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റ് ആയി. അതെ സാർ. താന്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് അത് പറയുന്നത്. ബാക്കിയുള്ളവരുടെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ സാർ. സാർ എന്നെ വിളിച്ചാൽ മതി സാർ. ഞാനിവിടെ തീർച്ചയായിട്ടും വിളിക്കും. ഓക്കെ, തീർച്ചയായിട്ടും സാർ. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ പീച്ചിയുടെ നിറം മാറുന്നത് കാണുക. ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പീച്ചി ഇപ്പോൾ ആ മുസ്ലിം സഹോദരന്മാരെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മകന് പൂഞ്ഞാറ്റിലോ പാലയിലോ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ അവസരം ലഭിക്കുമെന്നറിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ വോട്ടില്ലാതെ ജയിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ പീച്ചി നിന്നിപ്പിൽ കടകം മറിയുന്നത് കാണുക. ഇപ്പോൾ അയാളുടെ വാക്കുകളിൽ മുസ്ലിം സമുദായത്തെ കുറിച്ച് ഇയാൾ പറഞ്ഞേക്കുന്ന ആ പഴയ പ്രസംഗങ്ങളൊന്നും നിങ്ങൾ മറന്നിരിക്കാനിടയില്ലല്ലോ. ഇപ്പോൾ ആ മുസ്ലിം സമുദായം സ്നേഹം വഴിഞ്ഞൊഴുകുന്നത് കാണുക. മുസ്ലിം സമുദായത്തിനല്ലെന്ന് അങ്ങനെ പറയില്ല കേട്ടോ. ഒരു സമുദായത്തെ അങ്ങനെ കുറ്റപ്പെടുന്ന മര്യാദയില്ല. നിങ്ങൾ ഏത് സമുദായം എന്ന് അറിയാവുക അതിന് മറുപടി ഞാൻ പറഞ്ഞേനെ. അത് ചെയ്യരുത്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞ് ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രയോ വലിയ സംഭാവന ചെയ്തൊരു സമൂഹമാണ്. കണ്ടിൽ നോക്കാൻ പറ്റൂ.
പക്ഷേ അതിനകത്ത് പുഴുക്കുത്തുണ്ട് ആ സമുദായത്തിൽ, നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ജയിലിൽ കിടക്കുന്നവരില്ലേ? രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പ്രതിലോമ ശക്തികളായി വളരുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിലുണ്ട്. അത് സത്യമാണ്. അത് എല്ലാ മതത്തിലുമുണ്ട്. ഇവിടെ ഇപ്പം മണിപ്പൂരെടുത്ത ക്രിസ്ത്യാനിയില്ലേ? ഹരിയാനയിലെടുത്ത ഹിന്ദു ഇല്ലേ? എല്ലാ മതവിഭാഗങ്ങളും ഇതുപോലെ രാജ്യവിരുദ്ധ വിധ്വംസ പ്രവർത്തകനായിട്ടുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. മുസ്ലിം സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഇവരെ ഒറ്റപ്പെടുത്താൻ അവരിതുവരെ തയ്യാറായില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ നിങ്ങളെല്ലാം കൂടെ കുറ്റം പറയുക. എനിക്കിവർ മുസ്ലിങ്ങളായിട്ട് ഇത്രയേറെ ബന്ധമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അവരങ്ങനെയുള്ളവരല്ല. ഞാൻ പറയാം, രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ എത്രയോ ആയിരം, പക്ഷേ കുഴപ്പക്കാരുണ്ട്. ആ കുഴപ്പക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അവർ വഴി നടപടി സ്വീകരിക്കണം. കണ്ടല്ലോ, ആർക്കും വേണ്ടാതെ കിടന്ന PG ഇപ്പോൾ സംഘക്കൂട്ടിലാണ്. ഇയാളുടെയും ഇയാളുടെ മകന്റെയും നാവാണ് ഇപ്പോൾ അവർ വർഗീയ വിഷം വമിക്കുവാൻ സംഘപരിവാർ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരുന്ന ഈ PGയെയും ജക്കനെയും ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. ഇവന്മാർ പറയുന്നതിന് ഒരു വിലയും ജനങ്ങൾ കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി രണ്ടും ഇപ്പോൾ ഷെഡിൽ കയറിയ അവസ്ഥയാണ്. ഇപ്പോൾ പതുക്കെ ഇതാ അവസരം കിട്ടിയപ്പോൾ പതുക്കെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സൂക്ഷിക്കുക ഇവനെയും ഇവന്റെ മകനെയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.